വിധി വന്ന അപ്പൊ തന്നെ വസ്തുവിന്റെ പൊസഷൻ എടുക്കണം. സാർ, അതായത് വസ്തു നമ്മൾ കൈവശപ്പെടുത്തണം, എന്നിട്ട് കൃഷി ചെയ്ത് ആദായം എടുക്കണം. വസ്തുവിന്റെ കാര്യത്തിൽ പൊസഷനാണ് പ്രധാനം. അതാണ്. ഹാപ്പി ആയില്ലേ? ധൈര്യമായിട്ട് കൊല്ലും. നല്ല ഗ്യാസാണ് സാറേ. അണ്ണാ സമയല്ലടാ. അണ്ണാ ഇപ്പൊ ഒരു പകുതി ടെൻഷൻ അങ്ങ് പോയില്ലേ? പകുതി മാറി. ഇത് മൊത്തം പോണ്ടേ? ഈ പകുതി കൂടെ അങ്ങ് അടി, ലാഗാക്കല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും എന്റെ ടെൻഷൻ മാറുന്നില്ലടാ. ഇന്നെങ്ങാനും കേസിന്റെ വിധി വന്നാൽ പിന്നെ കോടതിയിൽ വരാൻ പറ്റില്ലല്ലോ. ഹായ്. ഹായ്. ചേട്ടൻ എന്തേ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതെന്തിനാ? എന്താ കാര്യം? എന്തിനായിരിക്കും? പറ. ഇന്ന് വിധി വരും, അതോടെ ചേട്ടൻ്റെ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കും. തന്റെ വരവ് നിൽക്കുമല്ലോ. അപ്പൊ എനിക്കെങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? ഇവനോ? നിന്റെ വൈകിട്ട് വരാനല്ലേ പറഞ്ഞത്? വിധി വരുമല്ലേ, അതിനെ വന്നില്ലല്ലോ. എനിക്ക് വയ്യ സമയത്ത് കിടന്നോടാൻ. ചേട്ടൻ ഇവിടെ ആരെങ്കിലും കൺഗ്രാറ്റ്സ് പറയുമ്പോൾ താങ്ക്സ് പറഞ്ഞോണ്ടിരുന്നാ പോരെ. ലഡു മാത്രമേ വാങ്ങിയോളൂ? ജിലേബി കിട്ടിയില്ല. ഹലോ. സാറേ, നമ്മുടെ കേസ് വീണ്ടും മാറ്റി വെച്ചു. ഓ ശേ, ഇതിനൊരു അവസാനം ഇല്ലേ? മോളെ, ആ ലഡു എല്ലാം താഴെ എടുത്ത് വെച്ച് വിറ്റോ. നീ വാടാ. വാടാ വാടാ. ചേട്ടാ ചേട്ടാ, അപ്പൊ ഇനി നമുക്ക് വരാല്ലേ? ഹലോ. നമ്മുടെ കേസ് മാറ്റി വെച്ചു. മാറ്റി വെച്ചാ? ഞാൻ അന്നേരം വിചാരിച്ചതാ ഇങ്ങനെ പെട്ടെന്ന് തീരാ ഇതെന്താ ജനസമ്പർക്ക പരിപാടി എങ്ങനെയാണ്. കോടതി ആരാ മോൻ? പീറ്ററേ, എന്തിന്? അല്ല, ഒരു 260 4 മുട്ടയും കൂടെ പറയാം. എന്റെ ടെൻഷൻ തീർന്നു. ഒന്നുകൂടെ ആലോചിച്ചു. ഈ പത്രികയിലാണോ പേരെഴുതി വെച്ചേക്കണ? ഈ ഇരിക്കുന്നതാണ് പത്തിരി. ടിഷ്യൂ പേപ്പറിൽ ഗ്രാവി മുക്കി തിന്നിട്ട് പത്തിരി പോരാ. കൊണ്ടോ 550 രൂപ. അപ്പൊ അതെടുത്താ മതി. ഒന്ന് കൈ വേണ. അണ്ണൻ ഒന്ന് കൈ വെച്ചപ്പോ പുഷ്പം പോലെ. എന്തറിയാ ചേട്ടാ ഇത്? കള്ളുടിമാരായതുകൊണ്ട് തന്നെയാണ്. ഉള്ളതിന് നല്ലതാടേ. അവന്മാർ വിളിക്കണ്ടേ? പെട്ടീനെയും ഫ്രണ്ടിനെയും രണ്ടെണ്ണം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും. അവിടെ കേട്ടെ, അവന്മാർ കൂടി ഇതെല്ലാം ഒപ്പിച്ചേ. ശരിയാ, നാദികൾ കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ. സാധനം കിട്ടി. കേറിക്കോ. ഇതിനെയൊക്കെ എന്തിനാ കേറ്റുന്നേ? കണ്ടിടാ. അണ്ണാ അണ്ണാ അണ്ണന് ആരുടെ അണ്ണൻ? അല്ല സാർ, ഇതിവിടെ വെച്ച് പൊട്ടിക്കണോ? എവിടെ വെച്ച് പൊട്ടിക്കണം, ആർക്കിട്ട് പൊട്ടിക്കണം എന്ന് ഞങ്ങൾക്കറിയാം കേട്ടാ. ശരി സാർ.
എന്റെ പൊളച്ച് കുറച്ച് കൂട്ടി ഒഴിച്ചേ, നല്ല കട്ടി കുഴിച്ചോ. ഉറങ്ങിപ്പോകൂടാ. അത് തന്നെയാണ് ലക്ഷ്യം. ഇന്ന് അടിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ പിന്നെ എണീക്കാൻ പാടില്ല. ചെവിട്ടിൽ കതിനെ വെച്ച് പൊട്ടിച്ചാൽ പോലും ഞാൻ അറിയരുത്, അല്ലെങ്കിൽ ആ പലിശക്കാരന്മാർ വന്ന് എന്നെ പൊക്കും. കൂടുതൽ ഒഴിച്ചാൽ എനിക്കാ കുഴപ്പം, നിനക്കറിയാവോ? ഇപ്പൊ ഞാൻ ഉറങ്ങണേക്കുമ്പോ പൊളച്ചനും ഉറങ്ങൂല. ആ പൊളച്ചാ ആ ഞാൻ പോണു. ഇപ്പൊ പോയ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. ആ നീ വേഗം പോ, പോയിട്ട് എനിക്കും പണിയുണ്ട്. 8 മണിക്ക് കളി തുടങ്ങും. അച്ഛന്മാരെ വിട്, നിങ്ങൾ കേസ് തുടങ്ങിയിട്ട് 30 വർഷമല്ലേ ഉള്ളൂ. 30 വർഷോ കൂടിപ്പോയെന്നോ? എന്റെ പോളച്ച, ഈ വ്യവഹാര ലഹരി എന്ന് കേട്ടിട്ടുണ്ടോ? അത് പ്രത്യേക ഒരു തരം ലഹരിയാ. ഞാൻ ഈ കോടതിയിൽ എത്തുമ്പോ ഉണ്ടല്ലോ, എന്തൊരു മനസ്സുവെന്നറിയോ. അതിനകത്തെ വാദിക്കൂട്, പ്രതിക്കൂട്, ജഡ്ജ്, വക്കീലന്മാരും, പിന്നെ നമ്മളെ കാണാനും കേൾക്കാനും കുറച്ച് ആൾക്കാരും, പോലീസന്മാര്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വല്ല വള്ളിക്കെട്ടും കേസും പിടിച്ച് കോടതിയിൽ ഒന്ന് കയറി നോക്ക്, ആ സുഖം മനസ്സിലാവും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 10-30 വർഷം ഒരു കേസിന്റെ പുറകെ നടക്കുക. ഒളിമ്പിക്സ് ആണെന്ന വിചാരം, കാശുകളെ. അതാണ് നമ്മുടെ ശങ്കുണ്ണിച്ചേട്ടന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അനുഭവിക്കാൻ യോഗമില്ലെന്ന് പറഞ്ഞാലും അണ്ണം കളിക്കും, മനസ്സിലായേ? ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ആ എത്തിയല്ലോ, 100 ആയുസാ. ആരെങ്കിലും തല്ലി കൊന്നില്ലെങ്കിൽ. ഒരു 100 കസാര വേണം. എടാ 50 മതി. അയാളുടെ സ്വഭാവത്തിന് 10 ആള് വരുന്നതിന് വലിയ 50 100 നിങ്ങൾ തീരുമാനിച്ചു. അടിയന്തരല്ലോ, വന്ന് നിന്ന് കണ്ടുവെച്ച് പോയിക്കോളൂ. അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോവാൻ നിൽക്കുന്നു. ആ സെറ്റായ പിന്നല്ലാതെ. ഞാൻ മതിയാക്കി. 10 ആയോ? ഇന്ന് പോളച്ചന്റെ ദിവസാ. എടാ മജീദ്, നിനക്കെന്താണ് ഒരു നല്ല ദിവസം വരുന്നത്? വരും കയ്യിലിരിക്കുന്ന കാശ് പോകുന്നു വെച്ചോ. വണ്ടി പൊളച്ചാ, ആ ഇന്നൊരു സംഭവം ഉണ്ടായി. ആ ഞാൻ അറിഞ്ഞായിരുന്നു. ആ വക്കീലിന്റെ കാര്യല്ലേ? ഇപ്പൊ ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്. മുടിഞ്ഞ ഓർമ്മയായിരുന്നു വക്കീലിന്. ഇപ്പൊ എനിക്കും ചെറിയ ഓർമ്മക്കുറവുണ്ടോന്നൊരു സംശയം. നിനക്ക് ആ മേരി ഓർമ്മയുണ്ടോ? ഏത് 5Bയിലെ? ആ. അവളെ കുറിച്ചൊരു അക്ഷരം മുണ്ടി പോകരുത്. ആ മതി, നിനക്ക് ഓർമ്മയ്ക്ക് ഒരു കുറവുമില്ല. ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഓർമ്മ മതി. 9Bയിലെ ബാലനായിട്ട് അവളുണ്ട് ഒളിച്ചോടി തെണ്ടി. ഓക്കെ, ബൈ ബൈ, ടാറ്റ. ആ പോവാ. എടാ, എത്ര ആലോചിച്ചിട്ട് നമ്മുടെ കൂടെ 5ാം ക്ലാസ് പഠിച്ച മേരി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ഓർമ്മയുണ്ടോ? ശാന്തയുടെ അപ്പുറത്ത് ലീല, ലീലയുടെ അപ്പുറത്ത് ഷീല, ഷീലയുടെ അപ്പുറത്ത് മേരി. അതിലിപ്പോ എന്ത് ഇത്ര ആലോചിക്കാം? എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എടാ തുറപ്പം മജീദേ, ഇതാ വന്നു. നമിച്ചണ്ണ നമിച്ച്. അല്ല പോളച്ച, നിങ്ങൾക്ക് ഓർമ്മയുണ്ട ശാന്തേനെയും മേരിനെയും ലീലേനെയും? എത്ര ആലോചിച്ചിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ആങ്ങളെയല്ലേ നിനക്കിട്ട് പണി തന്നത്, ഓർക്കുന്നില്ല?